നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഗ്രാൻഡ് ലോഞ്ച് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞു. ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിനെ അവിടെയുള്ള കണ്ടസ്റ്റൻസിനെല്ലാം പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ റൂൾസ്, ഇവിടെ പുതിയ പുതിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണെന്ന് പറയുന്നു. അതുപോലെ 4 ബെഡ്റൂമുകൾ, ഇതെല്ലാം എന്തിനാണ്, അവരെല്ലാം ആരാണ് താമസിക്കുന്നത്, ഇതെല്ലാം കൃത്യമായി ലാലേട്ടൻ കണ്ടസ്റ്റൻസിന് വിവരിച്ചു കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോഴും ഷൂട്ട് നടക്കുകയാണ്. കുറച്ചു പേരെ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റി എന്നാണ്, 100% കയറി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ബിഗ് ബോസ് സീസൺ 5 അപേക്ഷിച്ച് ബിഗ് ബോസ് സീസൺ 6 നല്ലൊരു ഷോ ആയി മാറട്ടെ. നമ്മളെല്ലാം വളരെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടിയാണ് ഇരിക്കുന്നത്. പുതിയ പുതിയ സിസ്റ്റം എന്താണ്, ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്നൊക്കെ അറിയാൻ വളരെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകരെല്ലാം കാത്തിരിക്കുന്നത്. കുറച്ച് തണുപ്പൻ മട്ടിലാണ് ഈ വട്ടം ബിഗ് ബോസ് തുടങ്ങുന്നത് എങ്കിലും ഈ ബിഗ് ബോസ് ഷോ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ എല്ലാം മനസ്സിൽ ആകാംക്ഷയുണ്ട്. വളരെ 1 മുതൽ 5 വരെയുള്ള സീസണെ അപേക്ഷിച്ച് എന്തോ വലിയ വലിയ മാറ്റങ്ങൾ ബിഗ് ബോസ് കൊണ്ടുവരുന്നു. അത് എന്താണെന്ന് അറിയാൻ എല്ലാ പ്രേക്ഷകരും വെയിറ്റ് ചെയ്യാണ്. എന്തായാലും നമുക്ക് നാളെ വൈകുന്നേരം 7 മണി മുതൽ ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലും നമുക്കിത് ലൈവായി കാണാൻ പറ്റും. ഹോട്ട്സ്റ്റാറിൽ 24/7 കാണാൻ കഴിയും. എല്ലാവരും കുറെ പ്രഡിക്ഷൻ ലിസ്റ്റുകളും കൺഫേം ലിസ്റ്റുകളും എല്ലാം ഇട്ടിട്ടുണ്ട്. അതിൽ ഇട്ടിരിക്കുന്നതിൽ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പല യൂട്യൂബ് ചാനലുകളിലും ഇട്ടിട്ടുണ്ട്. അതിൽ കുറെ പേരുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. എന്നാലും അതിലില്ലാത്ത, നമ്മൾ ആരും വിചാരിക്കാത്ത സർപ്രൈസ് കണ്ടസ്റ്റൻസ് അതിലേക്ക് വരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് ഓരോ നീക്കങ്ങളും നടത്തുന്നത്. എന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ സമയത്ത് നമുക്ക് ഏകദേശം മിക്ക ആൾക്കാരുടെ ലിസ്റ്റ് കിട്ടുകയും എല്ലാം ചെയ്തിരുന്നു. പല യൂട്യൂബ് ചാനലുകൾക്ക് പല സോഴ്സുകൾ വഴിയും കിട്ടിയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം വളരെ തുച്ഛമായ ലിസ്റ്റുകൾ മാത്രമേ വെളി വരുന്നുള്ളൂ. അതും 98%, 99% കൺഫേം പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും ഇടുന്നത്. ഈ 99%, 95% മേളിൽ പറയുന്നതെല്ലാം ഏകദേശം കൺഫേം ആയിരിക്കാം. എന്നാലും നമുക്ക് ഇന്ന ആള് ആ വീടിനകത്ത് കയറുന്നവരെ ഇന്ന ആളുണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ ലിസ്റ്റ് അനുസരിച്ച് വീട്ടിനകത്തേക്ക് കയറിയവർ എന്ന് നമുക്ക് ഒരു 4-5 പേരുടെ പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഞാനത് ആരൊക്കെയാണെന്ന് പറയാം. ഒരാള് ജാസ്മിൻ ജാഫറാണ്. ബിഗ് ബോസ് ഷോ തുടങ്ങുന്നു, ഇന്ന ദിവസം തുടങ്ങുന്നു എന്ന് അറിഞ്ഞ ദിവസം മുതൽ കേൾക്കുന്ന ഒരു പേരാണ് ജാസ്മിൻ ജാഫർ. എന്തായാലും ജാസ്മിൻ ജാഫർ ഹൗസിനുള്ളിലേക്ക് 100% കയറി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. രണ്ടാമത്തത് നമ്മുടെ ഉപ്പും മുളകിലെ ഋഷിയും 100% ഹൗസിനുള്ളിലേക്ക് കയറി എന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ആള് സിനിമ സീരിയൽ താരം യമുന റാണിയും ഹൗസിലേക്ക് കയറിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. പിന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ശരണ്യ ആനന്ദും ഹൗസിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇത്രയും പേരെയാണ് നമുക്ക് കൺഫേമായി വീട്ടിനുള്ളിലേക്ക് കയറി എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് 100% കൺഫേം എന്നിവിടെ പറയുന്നത്. ഇനിയിപ്പോൾ ഇതിൽ വ്യത്യാസമുണ്ട്, നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചാണ് നമ്മൾ തരുന്നത്. പിന്നെ പറയുന്നുണ്ട് ജാൻമണി ഉണ്ട്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നും ജാൻമണിയാണ് അകത്തേക്ക് കയറിയിരിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിലും ആരും പറയാത്ത 4-5 പേര് അകത്തേക്ക് കയറാൻ സാധ്യത ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും എല്ലാവരും അവർക്ക് കിട്ടുന്ന സോഴ്സുകൾ അനുസരിച്ച് വീഡിയോകൾ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇവരെ ഉറപ്പിക്കാം എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ബാക്കിയുള്ള വിവരങ്ങളൊക്കെ അറിയുന്നതിനനുസരിച്ച് നിങ്ങളുടെ മുന്നിൽ എത്തിക്കും. തീർച്ചയായിട്ടും മുന്നത്തെ സീസണെ പോലെ തന്നെ നമ്മുടെ ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമുക്ക് കിട്ടുന്ന അപ്പോൾ വിവരങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യും. നിഷ്പക്ഷമായ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടി പ്രതീക്ഷിക്കാം. അവിടെ ഗെയിം കളിക്കുന്നവരെ അല്ലാതെ ഒരു ഫാൻസിന്റെ സപ്പോർട്ട് കണ്ടിട്ടോ ഗ്രൂപ്പുകളുടെ സപ്പോർട്ട് കണ്ടിട്ടോ ഒന്നും നമ്മൾ അവരെയൊന്നും സപ്പോർട്ട് ചെയ്യില്ല. കൃത്യമായി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആരാണോ ഗെയിം കളിക്കുന്നത്, ഏതൊക്കെ കണ്ടസ്റ്റൻസ് ആണോ ഗെയിം കളിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമായി റിവ്യൂ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നമ്മുടെ റിവ്യൂ എല്ലാവരും കാണണം. നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടാകണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തിയേക്കണം കേട്ടോ. ഓക്കെ.